മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ നടന്ന ദേശീയ സദ്ഭരണ ദിനാചരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്ന അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും നേരിൽ കണ്ട് ഭാവി പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ വിജയിക്കാനായി അഹോരാത്രം പണിയെടുത്തു. എന്നിട്ടും പരാജയപ്പെട്ടവരല്ല അവർ, തോൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. ഞാനവരെ പരാജയപ്പെട്ടവർ എന്ന് ഞാൻ പറയില്ല, തോൽപ്പിക്കപ്പെട്ടവർ എന്ന് മാത്രമേ ഞാൻ പറയൂ. തോറ്റിട്ടില്ല, തോൽപ്പിച്ചതാണ്, തോൽപ്പിക്കപ്പെട്ടതാണ്. മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിൽ എത്തുന്നുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങളിൽ അത് എത്തുന്നില്ല. ജനങ്ങളുമായി സമ്പർക്കത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. ജയിച്ച സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ തോൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥികളും ചേർന്ന് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടണം. അപ്പോൾ തോൽപ്പിക്കപ്പെട്ടവരാണ് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്നത്. എല്ലാ തോൽപ്പിക്കപ്പെട്ട അംഗങ്ങളും ജയിച്ച അംഗങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളെ പരാജയപ്പെടുത്തിയ വാർഡുകളിൽ ശക്തമായിട്ട് ഇടപെടലുകൾ നടത്തണം. 2019 മുതൽ എന്നെ തോൽപ്പിച്ചവർ രണ്ടാം തവണയും എന്നെ തോൽപ്പിച്ചു. എന്നിട്ടും താൻ പ്രവർത്തനം തുടർന്നു. 2019 ആദ്യമായി തോൽപ്പിക്കപ്പെട്ട് ഇതേ തത്വത്തിലാണ് 2024 വരെ ഞാൻ നീന്തിക്കയറിയത്. എതിരൊഴുക്കിനാണ്. ജയിച്ച സ്ഥാനാർത്ഥികളെയും പരാജയപ്പെട്ടവരെയും നേരിൽ കണ്ട് പരിചയപ്പെട്ടാണ് കേന്ദ്രമന്ത്രി യാത്ര തിരിച്ചത്. ജനം, ഗുരുവായൂർ.